മാർക്കോ മാർക്കോ തൊടാൻ ആർക്കും പറ്റില്ല. മാർക്കോ 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 വിക്ടർ എന്റെ കൂടപ്പിറപ്പാണ്. അവനെ ഇല്ലാണ്ടാക്കിയവൻ ആരാണെങ്കിലും ചോര കൊണ്ട് കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. അൻവാർ വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇമോഷൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളി പടം, അടിപൊളി. എന്താ ഒരു മാർക്ക്, ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, രോമാഞ്ചായി പോയി, രോമാഞ്ചം. അവരുടെ സിനിമ ഉണ്ണിമൂന്നൻ പിന്നെ ജഗദീശ്വരൻ ഇതുവരെ കാണാത്തൊരു വേഷം അദ്ദേഹം ചെയ്തിരിക്കും. ഫൈറ്റ് ഒക്കെ വേറെ ലെവല്. ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതിൽ മോസ്റ്റ് വൈൽഡ് മൂവി ഇതാണ്. വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇമോഷൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? എന്താണ് ഇഷ്ടപ്പെട്ടത്? അവരുടെ അടുത്ത് എന്റെ അടുത്ത് ചോദിക്കണ്ട. ഇന്റർനാഷണൽ ലെവലാണ് പടം എടുത്തേക്കണത്. ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞ മലയാളം ഫിലിം ഞാൻ വേറെ ഇതായിട്ട് പറഞ്ഞല്ല, ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. പടം ഇന്റർനാഷണൽ ലെവലാണ്. കുറച്ച് വയലൻസ് ഉണ്ടെന്നുള്ളൂ, ബട്ട് എവറിത്തിങ് വാസ് ഗുഡ്. അതിന്റെ ഡയറക്ഷൻ ആയാലും അതിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇന്റർനാഷണൽ ലെവലാണ്. ഒരു രക്ഷയില്ല. ഇന്റർനാഷണൽ ലെവലാണ് എടുത്തേക്കണത്. കുറച്ച് വയലൻസ് ഉണ്ടെന്നുള്ളൂ. ക്ലൈമാക്സിൽ കുറച്ച് വയലൻസ് ഉണ്ട്. ഇത് ഞാൻ പറയുന്ന ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ്. പടത്തിന്റെ മേക്കിംഗ് ആണെങ്കിലും ഒരു സാധാരണ പ്രേക്ഷകനാണ്. ഇത് പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഒരു സാധാരണ ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ പടത്തിന്റെ ലെവല് ഇന്റർനാഷണൽ ലെവലാണ് പടം. ഇത് വേറെ ആരും പറഞ്ഞതല്ല, ഇത് ഞാൻ ടിക്കറ്റ് എടുത്ത് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് എടുത്ത് എന്റെ സ്വന്തം അഭിപ്രായമാണ്. പടം വേറെ ലെവലാണ്, ഇന്റർനാഷണൽ ലെവലാണ് പടം. ഒരു രക്ഷയില്ല. ക്ലൈമാക്സിൽ കുറച്ച് വയലൻസ് ഉണ്ടെന്നുള്ളൂ, ബാക്കി എവറിത്തിങ് വാസ് ഗുഡ്. ഡയറക്ഷൻ ആണെങ്കിലും പിന്നെ ഒരു പെർഫെക്റ്റ് ഒരു ഫിലിം കാണുമ്പോൾ ഒരു പെർഫെക്ഷൻ എന്നൊക്കെ പറയൂലേ, സാധാരണ ഫിലിം പോലെയല്ല. ഇതിന്റെ കോസ്റ്റ്യൂം എല്ലാം ഡിഫൻഡർ ആണ്. ഇതിൽ വരുന്ന വെഹിക്കിൾസ് എല്ലാം ഡിഫൻഡർ ആണ്. പിന്നെ പടം ഒരു രക്ഷയില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് മൂവി, എവറിത്തിങ് വാസ് ഗുഡ്. നമുക്ക് വയലൻസ് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം, എല്ലാവർക്കും കാണാം. പക്ഷെ വയലൻസ് കുറച്ച് ഉണ്ട് ക്ലൈമാക്സിൽ. ബട്ട് ഫിലിം സൂപ്പർ ഫിലിം. അടിപൊളി പടം, അടിപൊളി. എന്താ ഒരു മാർക്ക്, ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, രോമാഞ്ചായി പോയി, രോമാഞ്ചം. അവരുടെ സിനിമ ഉണ്ണിമൂന്നൻ പിന്നെ ജഗദീശ്വരൻ ഇതുവരെ കാണാത്തൊരു വേഷം അദ്ദേഹം ചെയ്തിരിക്കും. ഫൈറ്റ് ഒക്കെ വേറെ ലെവല്. ത്രില്ലർ മൂവി എന്ന് പറഞ്ഞാൽ ത്രില്ലർ മൂവി. ലാസ്റ്റൊക്കെ ആ വേറെ ലെവലായി തൂക്കും. എന്നാലും മാർക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി. അതുപോലത്തെ ഗംഭീര പടമാണ്, ഗംഭീരം. ഫാമിലി ഓഡിയൻസ്, യൂത്തിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. ഫാമിലി, യൂത്ത് എല്ലാം. വയലൻസ് കഥയ്ക്ക് അനുയോജ്യമായ കാര്യങ്ങളാണ്, അല്ലാണ്ട് കഥയ്ക്ക് അനുയോജ്യ കുട്ടികൾക്ക് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതിൽ മോസ്റ്റ് വൈൽഡ് മൂവി ഇതാണ്. അതെ, ഹോളിവുഡ് ലെവൽ ഉണ്ടെന്ന് പറയുന്നത്. ഫ്രെയിംസ്, സിനിമാറ്റോഗ്രാഫി, മേക്കിംഗ് എല്ലാം. സാധനം വേറെ ലെവൽ. ഇന്റർനാഷണൽ ഫിലിം. അതെ, പക്ഷെ ഭയങ്കര വയലൻസ് ആണ്, നല്ല മേക്കിംഗ് ആണ്. ജഗദീഷ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടം ഒരു രക്ഷയില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് മൂവി. അതായത് ഒരു 80+ ആണെങ്കിൽ പോലും കുറച്ച് സോഫ്റ്റ്വെയർ ആയിട്ട് ആൾക്കാർ പോകാണ്ടിരിക്കും. കാരണം ഭയങ്കര വയലൻസ് ആണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അത്ര വയലൻസ്. മലയാള സിനിമ അല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വയലൻസ് ഇതായിരിക്കും. കാരണം അമ്മാതിരി സീൻസ് ഇഷ്ടമാതിരി ഉണ്ട്. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സീൻസ് കുറെ ഉണ്ട്. അത് നല്ല മനക്കട്ടുള്ളവർ മാത്രം കാണും. അങ്ങനത്തെ ഒരു പടമാണ്. ഈ വർഷം നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ഏറ്റവും വൈൽഡ് മൂവീസ് ആയിട്ട് പറയുന്ന ആനുവലി വില്ല്. അപ്പൊ ആ ഒരു മൂവീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ വയലൻസ് സീൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ള സീൻസ് ഇതിലാണ്. കാരണം നല്ല ഇന്റൻസ് ആണ്. സെക്കൻഡ് ഹാഫില് ക്ലൈമാക്സ് എടുക്കുമ്പോൾ കുറച്ച് സീൻസ് ഉണ്ട്. അതാണ് നമുക്ക് ഒട്ടും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി കില്ലും ആനിമലും അതിന് മാറി നിൽക്കും. ആ ഒരു അത്രയ്ക്ക് വയലൻസ് ആണ്. അതുകൊണ്ട് വയലൻസ് നോക്കി വരുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും സിനിമ. അതിലുള്ള സീൻസ് ഒക്കെ ഉണ്ട്. അടിപൊളി, ഒന്നും പറയാൻ. സൂപ്പർ, പക്ക മാസ് പടം.
ഒന്നും പറയില്ല. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ഒരു രക്ഷയില്ല. ഇന്റർനാഷണൽ ഒരു ലെവലിലാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. വിക്ടർ എന്റെ കൂടപ്പിറപ്പാണ്. അവനെ ഇല്ലാണ്ടാക്കിയവൻ ആരാണെങ്കിലും ചോര കൊണ്ട് കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. അൻവാർ സ്വന്തം ഫോട്ടോ പ്ലേറ്റ് കേട്ടോ ഇപ്പൊ കാണാൻ പരിപാടി ഒന്ന് ചെവി അടിക്കുന്ന സാധനമില്ല. ചെവി വേറല്ല കേട്ടോ. ചെവി അടിക്കുന്ന ചോറ് അതാണ് ഇതിവിടെ പചാരക്കിട്ട് അടിച്ചതാണ് ജ്യൂസാ കേട്ടോ. കാരണം വിജയിക്കുന്ന ജ്യൂസാ ഇപ്പോഴും ചോറാണല്ലേ. ചോറാണല്ലോ ഓർമ്മയാക്കി പറഞ്ഞു. മാർക്കോ മാർക്കത്തോടെ ആർക്കും പറ്റില്ല. മാർക്കോ 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 എല്ലാ സിനിമകളും അടിപൊളിയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. താങ്ക് യു. Hey!